നക്ഷത്ര വീതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജൂൺ മാസം 15-ാം തീയതി മുതൽ ജൂലൈ 15-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, അതായത് മിഥുനമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി 31-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട ഗുണദോഷ ഫലങ്ങളിലാണ് ആദ്യമായി കാണേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മിഥുനമാസം എന്ന് പറയുന്നത് പൊതുവേ ഒരു മഴക്കാലമാണ്, മഴ വർഷമാണ്. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അതിനേക്കാൾ ഉപരി ജ്യോതിഷമായി ചിന്തിക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം. എന്നാൽ എല്ലാവർക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായി പറയുമ്പോൾ ഒരു ചില നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് താനും. അതിൻ്റെ കാരണങ്ങൾ എന്തെന്നാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ ഈ ആദ്യം വരുന്നത് തന്നെ മേടക്കൂറാണല്ലോ. മേടക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്ര ഭാഗങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗമാണ്. ഈ മേടൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 2-ാം ഭാവം, അതായത് ചന്ദ്രൻ, കർമ്മം, തൊഴിൽ, ചന്ദ്രരാശിയാണ്, ചരരാശിയിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2-ാം ഭാവം, അതുപോലെ തന്നെ 3-ാം ഭാവം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മേടം രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴം വളരെ ഗുണത്തിലല്ല, അതായത് 3-ലാണ്. പിന്നെ അതുപോലെ തന്നെ ശനി ഇവർക്ക് മീന രാശിയിലാണ്. അപ്പോൾ 7.5 ശനിയാണ്. അപ്പോൾ പൊതുവെ ഇവർക്ക് ബലചിന്തയിൽ കാണുമ്പോൾ വലിയ സമാധാനം കിട്ടില്ല. ഈ 3-ൽ വരുന്ന വ്യാഴം ചില മുടിച്ചിലുകൾ വരിക, അല്ലെങ്കിൽ സമാധാനക്കുറവ് വരിക, അല്ലെങ്കിൽ നാശാവുക, അങ്ങനെയൊക്കെയാണ് കാണുക. അതുപോലെ തന്നെ 7.5 ശനി എന്ന് പറയുന്നത് അലികയാണ്. അപ്പോൾ ഈ വ്യാഴവും ശനി, ഈ 2 പ്രധാന ഗ്രഹങ്ങൾ ഈ തരത്തിൽ നിൽക്കുമ്പോൾ മേടൻ രാശിക്കാരെക്കുറിച്ച് വളരെ നല്ലതല്ല പറയാനുള്ളത്. അവരുടെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഈ ചൊവ്വയുടെ സഞ്ചാരം കൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു മാറ്റങ്ങളുള്ളത്. അതായത് ചൊവ്വ നീചഭാഗത്ത് നിന്ന് സഞ്ചരിച്ചുകൊണ്ട് ഇപ്പോൾ ചിങ്ങരാശിയിലായത് ഇവർക്ക് വളരെ ഗുണമാണ്. അത് ഇവരെ സംബന്ധിച്ച് ഗുണങ്ങളുണ്ട്. എങ്കിലും ഇവരിൽ 3-ൽ തന്നെയാണ് സൂര്യനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മിഥുനമാസത്തിൽ. അപ്പോൾ ഈ ഗ്രഹങ്ങളെ കുറിച്ചുകൊണ്ട് ഈ മിഥുനമാസം എന്ന് പൊതുവെ ഇവർക്ക് ചില ദുഷ്കരങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി ഇവർക്ക് ശനി, വ്യാഴം ദോഷകാരണങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും ഒരു ചില ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് അതിജീവിക്കണമല്ലോ. കാരണം പ്രയാസങ്ങൾ മാറിക്കൊണ്ട് ഒരു സമാധാനം കിട്ടാനാണല്ലോ നമ്മൾ ഈ ജ്യോതിഷത്തിൻ്റെ വഴിയിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നതും നിങ്ങളുടെ വിഷമാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടും, ഇത് എല്ലാവർക്കും ശരിയായിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദശാകാലങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അതായത് നടപ്പ് ദശാകാലങ്ങളും അതിൻ്റെ ഗുണങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ ശരിയായ രൂപത്തിൽ വഴിപാടുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കും അത്ര തന്നെ ബാധിക്കില്ല. എങ്കിലും ഇതൊന്നും ഇല്ലാത്തവർക്ക് ബാധിക്കാമെന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് വരിക, വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ വരിക, ദേഹം കൊണ്ട് ദോഷങ്ങൾ വരിക, ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ കാണേണ്ടത്. അപ്പോൾ ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളതാണ്. മേടൻ രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഈ 7.5 ശനിക്കായിട്ടൊരു പരിഹാരം ചെയ്യാം. അത് ശിവക്ഷേത്രത്തിലാവട്ടെ, ശനീശ്വര പ്രീതിക്കായിട്ടും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ആദ്യം മനസമാധാനത്തിനായിക്കൊണ്ട് ഒരു ജലധാര കഴിക്കുക. അതുപോലെ തന്നെ ആയുർദോഷങ്ങൾ, ദേഹദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിക്കൊണ്ട് ഒരു കടാവിളക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ പ്രത്യക്ഷ ദുരിതദോഷങ്ങളും കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും ഒക്കെ ഏൽക്കാതെ കണ്ട് സമാധാനപൂർവമായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു പുഷ്പാഞ്ജലി, ദേഹപുഷ്പാഞ്ജലി, അത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ആണെങ്കിൽ കുറച്ച് വിശേഷമായി അങ്ങനെയാണ് കാണേണ്ടത്. അത് നല്ലതാണ്. അതുപോലെ തന്നെ സൂക്ത പുഷ്പാഞ്ജലികളിൽ ശിവക്ഷേത്രത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വഴിപാട് തന്നെയാണ്. ഇതൊക്കെ കഴിച്ചുകൊണ്ട് ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് ശാസ്താവെങ്കിൽ ഒരു നീരാഞ്ജനം കഴിക്കാം. അപ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾക്ക് ഒരുവിധം പരിഹാരമായി. പിന്നീട് കണ്ടത് വ്യാഴത്തിനാണ്. വ്യാഴത്തിനായിക്കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതങ്ങളും എടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ ദോഷത്തിനെ മറികടക്കാൻ കഴിയും. അങ്ങനെ ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ ചെയ്യുക, ഒരു പിടിപ്പണായിട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ
താമരമാല അല്ലെങ്കിൽ താമരപ്പൂവ്, അത് ഒരു പിടി പണം, അതുപോലെ തന്നെ താമര മൊട്ടുകളോ അല്ലെങ്കിൽ താമര പൂക്കളോ, ഏറ്റവും നല്ലത് മൊട്ടുകളാണ്. താമര മൊട്ടും അതുപോലെ തന്നെ ഒരു പിടി പണം ഒരു പട്ടിൽ സമർപ്പിക്കാം. അതിന് ശേഷം ഒരു നിവേദ്യ സങ്കല്പത്തോടുകൂടെ ഒരു പാൽപ്പായസം, അതുപോലെ തന്നെ ഒരു തുളസിമാല വഴിപാട് കഴിച്ചുകൊണ്ട് ഇവിടെയും ഒരു ദേഹപുഷ്പാഞ്ജലി കഴിക്കും. അപ്പോൾ അതുകൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ വരും. അത് വ്യാഴാഴ്ച വ്രതങ്ങളാണ് എടുക്കണമെങ്കിൽ പുഷ്പാഞ്ജലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദേവൻ നമ്മളെ മനസ്സിലാക്കുന്ന രൂപത്തിലാണ് കാണുന്നത്. എങ്കിലും ഈ വഴിപാടോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ മാറി സമാധാനത്തോടെ പോകാൻ പറ്റും. പിന്നീട് ഇവരുടെ 2ഉം 5ഉം ഭാവങ്ങൾ, അതായത് വാക്ക്, പ്രവൃത്തി, കർമ്മം, തൊഴിൽ സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ ഇവരുടെ 5ാം ഭാവം മക്കളെ കൊണ്ട് അരാജകത്വങ്ങളോ സങ്കടങ്ങളോ വരാം. ഇതിനായിട്ട് കഴിയും വഴിപാടായിക്കൊണ്ട് ക്ഷേത്രത്തിൽ കഴിക്കുന്നതും ദേഹ കർമ്മ ശത്രുബാധ മുട്ടുകളൊക്കെ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യണതും വളരെ വിശേഷമായിട്ടാണ് കാണേണ്ടത്. തന്നെ ഇടവൻ രാശി. ഇടവ രാശിയിൽ പറയുകയാണെങ്കിൽ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് തൊഴിൽ, അഭിവൃദ്ധി, ഐശ്വര്യം ഇതൊക്കെ ഇവർ തേടി വരേണ്ടതാണ്. ഇവരുടെ ലഗ്നാധിപൻ അത് ശുക്രനാണ്, ഈ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഇടവൻ രാശിയുടെ അധിപൻ. അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവം, അതിൽ സൂര്യൻ്റെ സഞ്ചാരത്തോടെ തന്നെ വ്യാഴങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മിഥുനമാസം കഴിഞ്ഞാലും വ്യാഴം ഇവർക്ക് അനുകൂലത്തിലാണ്, 2ാം ഭാവത്തിലാണ് കാണുന്നത്. വലിയ ദോഷമൊന്നുമില്ല. പുതിയ തൊഴിൽ കിട്ടാനും അതുപോലെ തന്നെ പുതിയ ഭവനത്തിൽ താമസിക്കാനും പുതിയ സുഹൃത്ത് ബന്ധം മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതകളുണ്ട്. അവിചാരിതമായിട്ടാണെങ്കിലും ചില ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നേട്ടങ്ങളും ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഈ ഇടവൻ രാശിക്കാർക്ക് മറ്റൊരു പ്രധാനം തടസ്സങ്ങളുണ്ടാവാം. തടസ്സങ്ങളുടെ മൂലകാരണങ്ങളായി കാണുന്നതും ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ശുക്രൻ എന്ന ഗ്രഹം ഇവർക്ക് ഈ ചെറിയ ചില തടസ്സങ്ങളുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇവർ ഹനുമാൻ സ്വാമിക്ക് ഒരു വഴിപാട് കൂടി കഴിക്കാം. ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിലെ വെറ്റിലമാല ഒക്കെ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഒരു നെയ്വിളക്കം സമർപ്പിക്കാം. പിന്നീട് ഇവർക്ക് തടസ്സദോഷങ്ങളില്ലാതിരിക്കാനായിട്ടും ദേഹ കർമ്മ മുട്ടുകളൊക്കെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങൾ ചെയ്യണതും വളരെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവും. എന്തായാലും ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് തൊഴിൽ കിട്ടുന്നതും അതുപോലെ തന്നെ പുതിയ ഭവനം ഒക്കെ സിദ്ധിക്കാനും പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞത് ഒരു ചില നക്ഷത്രക്കാർക്ക് അനുഭവ ഗുണങ്ങളല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതക പരിശോധന കൂടി നടത്തുകയോ തത്സമയ രാശി ചിന്തയിൽ കാണുകയോ ചെയ്ത് ആ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ, അതായത് താമസിക്കുന്ന ഭവനം, അതുപോലെ തന്നെ ശത്രുദോഷം, ഇതിനൊക്കെ ഒരു പരിഹാരം കാണുകയാണെങ്കിൽ നിശ്ചയമായി ഇവർക്ക് അനുകൂലങ്ങളാവുന്ന അവസരങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് ഇതിൽ പറയാനുള്ളത്. മിഥുനൻ രാശിയിലെ മകീരത്തിൻ്റെ അരഭാഗം, തിരുവാതിര, പുണർതത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ കാത്തിരിക്കുന്നതും വളരെ ദോഷമില്ലാത്തൊരു സമയമാണ്. എന്നാലും ഇവർക്ക് ശത്രുതാഭാവങ്ങളും ശത്രുത കൊണ്ടുവരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കൂടപ്പിറപ്പ് പോലെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലിൽ വളരെ നല്ലൊരു സമയമായിട്ടാണ് ഇപ്പോൾ കാണേണ്ടത്. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അരാജകത്വങ്ങൾ, കഷ്ടങ്ങളുണ്ടാവാം. അതിൻ്റെ കാരണങ്ങൾ ഇവരുടെ 7ാം ഭാവം, അതുപോലെ തന്നെ ശുക്രൻ്റെ സഞ്ചാരം, ഇതൊക്കെ വെച്ചിട്ടാണ് പറയുക. ഇവരുടെ 2ാം ഭാവം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചന്ദ്രരാശി കൊണ്ട് തന്നെ കാണുമ്പോൾ വളരെ സമാധാനമൊന്നും കിട്ടില്ല. മനസ്സിന് ഒരു ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട ചില അവസരങ്ങളും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും പഠനോപകരണങ്ങളും പഠിക്കാനും അതുപോലെ തന്നെ അനുകൂലമാവുന്ന വിഷയങ്ങളിൽ സമാധാനം കുറയാനുള്ള സാധ്യതകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇവർ വിദ്യാസരസ്വതി ക്ഷേത്ര ദർശനവും നേട്ടത്തിനായിക്കൊണ്ട് മുട്ട് തീർക്കുകയും അതുപോലെ തന്നെ
കാര്യസാധ്യ പൂജകളൊക്കെ ചെയ്തുകൊണ്ടും വിദ്യ പഠനത്തിന് ഉപകാരപ്പെടും വിധത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. അത് വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ ഇതിൽ തന്നെ ജോലിക്കാർ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ സന്തോഷമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. തൊഴിൽ സ്ഥലങ്ങളിലെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ഇതും അതുപോലെ തന്നെ നല്ല സമയമാണ് എന്നിരുന്നാലും രണ്ടാം ഭാവം കൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. 3ഉം 4ഉം ഭാവങ്ങളെ വെച്ച് കാണുകയാണെങ്കിൽ, അതുപോലെ തന്നെ 5 അങ്ങനെ മറ്റുള്ള ഭാവങ്ങളെ വെച്ച് കാണുമ്പോൾ ഒരു ചില ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ തീർക്കാനായിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരുടെ തത്സമയ ദോഷങ്ങൾക്ക് ഉത്തമ പരിഹാരങ്ങളായിട്ട് സർവ്വവിഘ്ന ദോഷത്തിനായിക്കൊണ്ട് ഗണപതിക്ക് ഒരു ഗണപതി ഹോമം കഴിക്കുന്നതും തടസ്സദോഷത്തിന് ഉത്തമമാണ്. അതുപോലെ തന്നെ ദേഹകർമ്മ മുട്ടുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യ തടസ്സ മുട്ടുകളൊക്കെ തീർക്കുന്നതും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നതായിട്ട് കാണേണ്ടത്. വളരെ ദോഷങ്ങളില്ല, എങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് താൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ലഗ്നവ്യാഴം, അത് അങ്ങനെയൊക്കെ ചോദിക്കാം ചിലപ്പോൾ. ലഗ്നവ്യാഴം പറയുമ്പോൾ ഇതിൽ തന്നെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വളരെ ഗുണങ്ങളൊന്നുമല്ല. വ്യാഴം ഇവർക്ക് മാറുമ്പോഴാണ് നല്ലത്. ഈ കൂറിൽ തന്നെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യാഴത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർക്ക് 10ലാണ് ശനി, കർമ്മസ്ഥാനം. അപ്പോൾ ശനി കണ്ടക ശനിയായിട്ടാണ്. 1, 4, 7, 10 ഭാവങ്ങൾ ശനി സഞ്ചരിക്കുമ്പോൾ അത് കണ്ടക ശനി, 7ര ശനി, ജന്മശനി ആയിട്ടാണല്ലോ വരിക. അപ്പോൾ അതും ചെറിയ പ്രയാസങ്ങൾ വരുത്തും. അതുകൊണ്ടാണ് ഇവർ തൊഴിൽ സ്ഥലങ്ങളിൽ ചെറിയ അനിശ്ചിതങ്ങളുണ്ടെങ്കിൽ തൊഴിലിനെ സംബന്ധിച്ചിട്ടും വിദ്യാർത്ഥികളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും അതിൻ്റെ അവസ്ഥാദോഷങ്ങൾ മാറാനായിക്കൊണ്ട് തൊഴിൽ മുട്ടുകളൊക്കെ തീർക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് കാണേണ്ടത്. കർക്കിടക രാശി. കർക്കിടക രാശിയിൽ പുണർത്തത്തിൻ്റെ കാൽഭാഗം പൂയും ആയില്യം, ഇങ്ങനെയാണ് 2 ഭാവം. ഇവരുടെ തൊഴിൽ സ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിൽ ചെറിയ സമയങ്ങളിൽ നിശ്ചലമാവുക, അല്ലെങ്കിൽ തൊഴിൽ നടക്കാത്തൊരവസരം വരിക, തൊഴിൽ സംബന്ധിച്ച് ചില തർക്കവിരോധങ്ങൾ വരിക, അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ കണ്ടെത്താനുള്ള ചില അവസരങ്ങൾ തോന്നിക്കുക, ചെയ്യുന്ന തൊഴിൽ അവസാനിപ്പിക്കുക, അങ്ങനെയൊക്കെ വരാം. അതുപോലെ തന്നെ ജോലിക്കാരാണെങ്കിൽ ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികളാണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാവും. വിദ്യാലയങ്ങളിൽ വിചാരിക്കാത്ത ചില സങ്കടങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയെന്നാണ് പറയുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സരസ്വതി ക്ഷേത്രത്തിലെ കഴിയും വഴിപാടായി കഴിച്ചുകൊണ്ടും വിദ്യാമുട്ടുകളൊക്കെ തീർക്കുന്നത് വളരെ ഉചിതമാണ്. അതുപോലെ തന്നെ സമാധാനപൂർവ്വം മുന്നോട്ട് പോവുക. തൊഴിൽ സ്ഥലങ്ങളിലുള്ളവരും അതുപോലെ തന്നെ തൊഴിൽ മനസ്സിലാക്കിക്കൊണ്ടും അതിലെ ശത്രുതാഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനും ഏകദേശം ഒരു പരിഹാരമാണ്. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രത്യക്ഷത്തിലെ ഏറ്റവും നല്ല വഴിപാട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ ഗുരുതി പൂജ കഴിക്കുകയും അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ട അവസരത്തിലാണ് ഈ കർക്കിടക രാശിയിലുള്ളവരെ കുറിച്ച് കാണേണ്ടത്. ഇവർക്ക് അതുപോലെ തന്നെ ഇവർ 2ാം ഭാവം ചിങ്ങൻ രാശിയിലെ സൂര്യൻ 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാത്ത മനപ്രയാസങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഇതിന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ 12ൽ വരുന്ന സൂര്യൻ, അതിനായിട്ടൊരു ക്ഷേത്രമില്ല, അതുകൊണ്ടാണ് ശിവക്ഷേത്രം പറഞ്ഞത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കഴിയും വഴിപാട് കഴിക്കുന്നതും അതുപോലെ തന്നെ മനപ്രയാസങ്ങൾക്ക് ജലധാര വഴിപാട് കഴിക്കുന്നതും വളരെ നല്ല വഴിപാടുകളായിട്ടാണ് കാണേണ്ടത്. പിന്നെ ചിങ്ങൻ രാശിയാണ്. ഈ ചിങ്ങൻ രാശിയിൽ ചൊവ്വ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ചൊവ്വ സഞ്ചരിക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണല്ലോ. അപ്പോൾ ഇതിലുള്ളവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാവുന്ന ചില അവസരങ്ങൾ വരാം. അത് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ചില തടസ്സങ്ങൾ വരാമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാനമാനങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവർക്ക് വിചാരിക്കുന്ന പോലെ ചില സ്ഥാനമാനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത് ചില പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടാവും. എന്നാൽ അതിൽ തന്നെ തടസ്സങ്ങൾ ഉണ്ടാവാൻ പറയുമ്പോൾ അതിൽ തന്നെ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിങ്ങരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖേദിക്കുക എന്ന് പറയുന്ന ഒരവസരങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുത്തുക എന്ന് പറയുന്ന ഒരവസരങ്ങളൊക്കെ ചിങ്ങരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന
ഈ 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മകം, പൂരം, ഉത്തരത്തിൻ്റെ 1/4 ഭാഗം വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ദോഷങ്ങളില്ല, എന്നാലും ചില കഷ്ടങ്ങളുണ്ട് താനും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കഷ്ടങ്ങൾ എന്തുകൊണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. അത് കേതുവിനെ കൊണ്ടാണ്. അപ്പോൾ കേതു ഈ രാഹു കേതുക്കൾക്കായിക്കൊണ്ട് തന്നെ ഇവർക്ക് രാഹു വളരെ സമാധാനം തരുന്ന അവസരത്തിലാണ് പോകുന്നത്. എങ്കിലും കേതു ചില അലോസരങ്ങൾ വരുത്തുന്ന സ്ഥിതിയിലാണ് പോകുന്നത്. അപ്പോൾ കേതുവിനായിക്കൊണ്ടൊരു പൂജാകർമ്മങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യാം. കേതുവിനായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രാഹു കേതുവിനും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉദ്ദേശ ഫലം കിട്ടും. പിന്നീട് ഇവർ ലഗ്നാധിപനായി വരുന്നത് സൂര്യനാണ്. അത് ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ദോഷങ്ങളൊന്നുമില്ല. ധനസമ്പാദ്യ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവാം, എങ്കിലും ഉഷ്ണാധിക്യ അസുഖങ്ങളോ മനപ്രയാസങ്ങളോ ഒക്കെ വരാം. ഇതിനും ശിവക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിക്കുന്നതും വളരെ ഉചിതമാണ്. പിന്നീട് ഈ ചൊവ്വ ഇത് ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നത്, ദേവിക്ക് അല്ലെങ്കിൽ തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കുന്നതൊക്കെ വളരെ വിശേഷപ്പെട്ട വഴിപാടുകളായിട്ടാണ് കാണേണ്ടത് ചിങ്ങൻ രാശിക്കാരെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. മറ്റൊന്ന്, ഇവർക്ക് ഇപ്പോൾ വ്യാഴത്തിനെ കൊണ്ടെന്ന് പറയുമ്പോൾ വളരെ ദോഷമൊന്നുമില്ല, ചെറിയ നന്മ അല്ലെങ്കിൽ ഗുണങ്ങൾ തന്നെയാണ് കാണേണ്ടത്. മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ ചില അസ്വസ്ഥതകളുള്ളത് കൊണ്ട് ഈ വഴിപാട് ഇവർക്ക് വളരെ ഫലപ്രദമായി കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ലതായിട്ടാണ് കാണേണ്ടത്. പിന്നീട് കന്നിരാശിയാണ്. കന്നിരാശിയിൽ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാർക്ക് അറിയാതെ വരുന്ന മനപ്രയാസങ്ങളോ ദേഹാസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. എങ്കിലും അത് ഇവരുടെ 2/2 ഭാഗം തുലാം രാശിയാണ്. അതിൻ്റെ അധിപൻ ശുക്രനാണ്. അപ്പോൾ അതിൻ്റെ സഞ്ചാരഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ലഗ്നാധിപൻ ബുധനാണ്. അതിൻ്റെ ചെറിയ ചില തടസ്സദോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ 2 ഗ്രഹങ്ങൾ, ബുധനായിക്കൊണ്ടൊരു ക്ഷേത്രങ്ങളില്ല. അപ്പോൾ അത് നരസിംഹഭാവത്തിലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ട് പാനകം വഴിപാട് കഴിക്കുന്നതും അതുപോലെ തന്നെ ശത്രുദോഷത്തിനൊക്കെ പരിഹാരങ്ങളാണ്. ദേവന് പാൽപ്പായസം തുളസിമാല കഴിക്കുന്നതും ഈ ലഗ്നാധിപനാവുന്ന ബുധൻ്റെ ദോഷത്തിന് പരിഹാരങ്ങളാണ്. മറ്റൊന്ന്, ഇവരുടെ വാക്ക് പ്രവൃത്തി കർമ്മം ഇതിൽ വരുന്ന അനിശ്ചിത്യം തീർന്നുകൊണ്ട് സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകാനായിക്കൊണ്ട് ശുക്രൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്കും കഴിക്കാതെ, സുബ്രഹ്മണ്യ സ്വാമിക്ക് ആകുമ്പോൾ വഴിപാടിലൊരു മാറ്റങ്ങൾ വരും. പാലാഭിഷേകം അതുപോലെ തന്നെ നെയ്വിളക്കൊക്കെയാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ നെയ്വിളക്കും കുഴച്ചാവിൽ നിവേദ്യമായിട്ടും കഴിക്കുന്നതും വെറ്റിലമാല സമർപ്പിക്കുന്നതും ദോഷങ്ങളൊന്നുമില്ല. ഇത് ഈ 2 ക്ഷേത്രത്തിൽ കഴിച്ചാലും തത്സമയം 6-ാം ഭാവാധിപനായ ശത്രുദോഷത്തിനും 2-ാം ഭാവ കർമ്മസ്ഥാനത്തിനും വരുന്ന ദോഷത്തിന് തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ വഴിപാട് വളരെ നല്ലതാണ്. ഇത് 2 കൂടി കഴിക്കുകയാണെങ്കിലും വളരെ വിശേഷമാണ് എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 6ഉം ഭാവങ്ങൾ ഇവരുടെ ശത്രുദോഷങ്ങൾ തീർത്തുകൊണ്ട് നന്മ തന്നെയാണ് കിട്ടുക. ഇതിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ചെയ്യാവുന്ന വഴിപാടാണ്, ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാവുന്നതാണ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപൻ അതിൻ്റെ ദിശ സഞ്ചാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ഇവർക്ക് ഈ വഴിപാട് കൊണ്ട് തന്നെ ഏകദേശ നല്ല അനുഭവ ഗുണങ്ങളാണ് കാണേണ്ടത്. തുലാം രാശിയിലെ ചിത്രയുടെ അരഭാഗം ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന തുലാം രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാം കൊണ്ടും ചെറിയ നേട്ടങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നേട്ടങ്ങളുള്ളപ്പോഴും അറിയാതെ ഇങ്ങോട്ട് ശത്രുദോഷങ്ങൾ വരുന്ന പറയാം. അതെങ്ങനെ ഈ അറിയാതെ ശത്രുദോഷങ്ങൾ വരിക? അതായത് ഇവർക്ക് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ 6-ലാണ്. അത് 6-ൽ വരുന്ന മീനരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഇവർക്ക് 6-ാം ഭാവമാണ്. അത് ശത്രുസ്ഥാനത്താണ്. അപ്പോൾ ഈ ശനിയെക്കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ഇല്ലെങ്കിലും
ഒരു ചില ഉപദ്രവങ്ങൾ ഉണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ലഗ്നാധിപൻ എന്ന് പറയുന്ന ശുക്രൻ്റെ ഗ്രഹത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിദ്വേഷങ്ങളോ മാനഹാനികളോ കലഹങ്ങളോ ഒക്കെ വരാമെന്നാണ് പറയുക. വിദ്വേഷങ്ങൾ, മാനഹാനി, കലഹങ്ങളൊക്കെ സംഭവിക്കാം. അതിൻ്റെ കാര്യകാരണങ്ങളിൽ എത്തിപ്പെടുമ്പോൾ ശനി 6-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, 6-ാം ഭാവം എന്ന് പറഞ്ഞ ശത്രുസ്ഥാനാണ്. അതിനേക്കാൾ ഉപരി ഇവർ ശുക്രൻ്റെ ഗ്രഹത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ കൂടി അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഇവർക്ക് വളരെ സമാധാനം കിട്ടില്ല. അറിയാത്ത ചതിക്കുഴികളിൽ വീഴുക, അതുപോലെ തന്നെ ആപത്തുകൾ വരിക, വാഹന അപകടങ്ങളൊക്കെ വേണമെങ്കിൽ വരാം. അതുകൊണ്ട് തന്നെ മാനഹാനികളും തർക്കങ്ങളും വരാം എന്നുള്ളതാണ് മറ്റൊന്ന് പ്രധാനമായി കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ അത് ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ശിവക്ഷേത്രം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ സമാധാനത്തിനായിക്കൊണ്ട് ജലധാര കഴിക്കുക, അതുപോലെ തന്നെ ഒരു കൂവളമാല ദേവന് സമർപ്പിക്കുക നിവേദ്യത്തോടുകൂടെ. അപ്പോൾ അലങ്കാരങ്ങളായി. പിന്നെ ദേഹദോഷ പരിഹാരത്തിനായിക്കൊണ്ട് ഒരു കടാവിളക്ക് സമർപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരും. പിന്നെ ഇവർക്ക് ലഗ്നാധിപൻ എന്ന് കാണുന്നതും അതുപോലെ തന്നെ അത് ഹനുമാൻ സ്വാമിക്ക് കുഴച്ചവിൽ നിവേദ്യത്തോടു കൂടെ കഴിക്കുക. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ തീരാനായിട്ട് മുഖക്കാപ്പ് കഴിക്കുക. അത് മുഖക്കാപ്പ് കഴിക്കുന്നത് ശത്രുദോഷം തീരാനും മാനഹാനികളും തർക്കങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ പോകാനും തീർച്ചയായിട്ടും ഈ വഴിപാട് ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് കുഴച്ചവിൽ വെറ്റില മാല അതുപോലെ തന്നെ മുഖക്കാപ്പ് കഴിക്കുമ്പോൾ ഈ ദുഃഖ പരിഹാരങ്ങളായിക്കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരു സമാധാനം കിട്ടും എന്നാണ് കാണേണ്ടത്. പിന്നീട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇങ്ങനെയാണ് കണ്ടത്. ഇവർക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊരു മാറി ചിന്തിക്കേണ്ട അവസരങ്ങളോ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊരു മാറാവുന്ന സ്ഥിതികളൊക്കെ ഉണ്ടാവാമെന്നാണ് പറയുക. പക്ഷേ ഒരുപാട് ദൂരത്തേക്ക് അല്ലെങ്കിലും പുതിയ ഭവന സങ്കല്പങ്ങളോ അല്ലെങ്കിൽ പുതിയ ഭവന മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇവരുടെ 2 ഭാവം അത് ധനുരാശിയാണ്. അപ്പോൾ അതിൽ ധനുരാശിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മത്സരങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ കലഹങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ഇവർക്ക് ചില നേട്ടങ്ങളാണ്. പിന്നെ ഇവരെ പറ്റി പറയുമ്പോൾ വ്യാഴം കൊണ്ട് ചില ദോഷങ്ങളുണ്ട്, ശനിയെ കൊണ്ട് നേട്ടങ്ങളാണ്. എന്നാൽ ചില തർക്കതടസ്സ ദോഷങ്ങളായിട്ടാണ് ലഗ്നവും അതുപോലെ തന്നെ മിഥുന രാശിയിലെ വ്യാഴവും കാണേണ്ടത്. അപ്പോൾ ഇതിനെ ഉത്തമമായിട്ടൊരു പരിഹാരത്തിന്, അതുപോലെ തന്നെ 2-ാം ഭാവം കൊണ്ട് ദോഷങ്ങളില്ല എങ്കിലും ഒരു പൂർണ്ണമായ സമാധാന ഐശ്വര്യങ്ങൾ കിട്ടാനായിട്ട് ഇവർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് ഒരു സർവ്വവിഘ്ന പരിഹാരങ്ങളായിട്ട് ഗണപതി ഹോമമാണ്. അങ്ങനെ ഗണപതി ഹോമം കഴിക്കുന്നതും അതുപോലെ തന്നെ തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കുന്നതും ഈ 2 ക്ഷേത്രത്തിൽ ദേഹപുഷ്പാഞ്ജലി കഴിക്കുന്നതും എല്ലാം കൊണ്ടും ഉത്തമമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് കാണേണ്ടത്. അപ്പോൾ ഈ തർക്കങ്ങളും ദോഷങ്ങളൊക്കെ മാറിക്കൊണ്ട് മത്സരങ്ങളില്ലാതെ സന്തോഷമായി പോകാൻ പറ്റും. ഇത് വിദ്യാർത്ഥികൾക്കും ചെയ്യാവുന്ന വഴിപാടാണത്. വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും സരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിലാണ് ദർശന സാന്നിധ്യം ഏറ്റവും കൂടുതലായി കാണേണ്ടതും. അത് ഒരു തർക്കങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ ഉത്തമമായ വഴിപാട് കർമ്മങ്ങൾ കൂടിയാണ്. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്നതാണ് ധനുരാശി. അപ്പോൾ ധനുരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ശനി 4-ലാണ്. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം അത് അനുകൂലത്തിലാണ്, 7-ലാണ്. വളരെ ദോഷമില്ല, നല്ലതായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ലഗ്നാധിപനേക്കാൾ നല്ലതാണ് 7-ാം ഭാവത്തിൽ വ്യാഴ സഞ്ചാരം മിഥുന രാശിയിലാണ്, വളരെ ദോഷങ്ങളില്ല.
വ്യാഴം അനുകൂലത്തിലായതുകൊണ്ട് തന്നെ ചെറിയ സമാധാനം കിട്ടും. എന്നാൽ 4-ൽ വരുന്ന ശനി കണ്ടകശനിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദേഹദോഷങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസരങ്ങളുണ്ടാവാം, അസുഖങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. പിന്നെ ഇവർ 2-ാം ഭാവം, അത് മകരൻ രാശിയാണ്. അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയുന്ന വാക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത അവസരങ്ങൾ വരാം, ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടാതെ അതുകൊണ്ടൊരു കലഹങ്ങൾ വരാം. അതുപോലെ തന്നെ ആപത്തുകൾ, ചെറിയ ചെറിയ ആപത്തുകളൊക്കെ ഉണ്ടാവാം, അതായത് വീഴ്ചകളോ ക്ഷതങ്ങളൊക്കെ ഉണ്ടാവാം. കണ്ടകശനിയാണ്, രാത്രി കാലങ്ങളിലാണ് ഇതിന് ഏറ്റവും പ്രധാനമുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നിൽക്കുക. പിന്നീട് ഇവർക്ക് വരുന്നത് അവിചാരിതമായിട്ട് ചില നേട്ടങ്ങളുള്ളത്, ധനനേട്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന വിദ്യയിൽ അല്ലെങ്കിൽ തൊഴിലിൽ അത് മികവുണ്ടാവാം. എങ്കിലും അതിൽ ശത്രുത ഉണ്ടാവാമെന്നാണ് പറയുക. ഉദ്യോഗാർത്ഥികളാണെങ്കിലും തൊഴിൽ സ്ഥലങ്ങളാണെങ്കിലും വ്യാപാരികളാണെങ്കിലും അതിൽ ശത്രുത വരാം. അപ്പോൾ ശത്രുദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ സങ്കടദോഷങ്ങൾ, അതുപോലെ തന്നെ ശനിയുടെ ദോഷങ്ങൾ, ഇതിനൊക്കെ തീർച്ചയായിട്ടും ഏറ്റവും നല്ലതും ശിവക്ഷേത്രം തന്നെയാണ്. അതുപോലെ തന്നെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഏറ്റവും നല്ലതായിട്ട് ഓങ്കാരത്തോടെ, അതായത് ശംഖുധാര കഴിക്കുക. അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിട്ട് ശിവഭഗവാന് സമർപ്പിക്കുക. അതുപോലെ തന്നെ കൂവളമാല പുഷ്പാഞ്ജലിയും കഴിക്കുക. ഇത് ഇവർക്ക് അവിചാരിതമായിട്ട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സംഭവിച്ചുകൊണ്ട് ധനുക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഒരുപാട് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ഈ ശത്രുദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അതിനൊരു പരിഹാരങ്ങൾ, അതിൽ കാണുന്ന വിധിപ്രകാരം പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ നിലവാരത്തിലും ആപത്തുകളില്ലാതെ കണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. മകരൻ രാശിയാണ്. മകരൻ രാശിയിൽ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം, ഇങ്ങനെയാണ് 2/4 ഭാഗം വരുന്നത്. ഇപ്പം മകരൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 3-ലാണ് ശനി, അത് മുടിചൂടെന്നാണ് പറയുക. അപ്പോൾ ശനിയെക്കൊണ്ട് നേട്ടങ്ങളുണ്ട്. ലഗ്നാധിപനാവുന്ന ചൊവ്വ, ഈ ചൊവ്വ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല സമയത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ചിങ്ങൻ രാശിയിലാണല്ലോ. അപ്പോൾ അത് സൂര്യൻ്റെ ഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് ചൊവ്വയെക്കൊണ്ട് നല്ലതാണ്. അതായത് ഈ മകരച്ചൊവ്വ എന്നൊക്കെ പറഞ്ഞില്ലേ, മകരത്തിൽ വരുന്ന ചൊവ്വ ദൃഷ്ടിയോടുകൂടെ നിൽക്കുക, അത് മറ്റൊരു രാശിയിൽ, അതായത് നേരെ വിപരീത ദിശയിൽ ചിങ്ങൻ രാശിയിൽ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വയുടെ പൂർണ്ണ ദൃഷ്ടി മകരത്തിലേക്ക് ഉണ്ടാവാമെന്നാണ് പറയുക. തീർച്ചയായിട്ടും അത് ഈ വളരെ നേട്ടങ്ങൾ ചെയ്യും. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇത് ശനിയുടെ ഒരു ഭാവം കൂടിയാണ്. അതായത് മകരൻ രാശിയുടെ അധിപനും ശനിയാണല്ലോ. അപ്പോൾ ശനി നിൽക്കുന്നത് 3-ലാണ്. അപ്പോൾ ഈ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ തീർച്ചയായിട്ടും ഇവർക്ക് ആപത്തുകൾ ഒഴിച്ചുകൊണ്ട് മുടി ചൂടുന്ന രൂപത്തിൽ, അതായത് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്നതും, ചെയ്യുന്ന തൊഴിൽ കൊണ്ട് ശോഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതും, തർക്ക ദോഷങ്ങളില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥിതികളൊക്കെ ഉണ്ട് എന്നാണ് പറയുക ഈ മകരൻ രാശിക്കാരെക്കുറിച്ച്. പിന്നീട് ഇവർക്ക് 4-ാം ഭാവം എന്ന് പറയുന്നത് ഇവരുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് ചിങ്ങൻ രാശിയിലാണ്. അത് ചില നേട്ടങ്ങളുണ്ടെങ്കിലും കുടുംബപരമായിട്ട് സമാധാനങ്ങളില്ല പറയണം. അതായത് ചൊവ്വയുടെ ദൃഷ്ടിയിൽ വരുന്നത് ലഗ്നാധിപനാവുമ്പോഴും ഇവർക്ക് 4-ൽ വരുന്നത് മേടൻ രാശിയിലേക്ക് അത് ചില ദുരിതങ്ങൾ വരുത്തും. മാത്രമല്ല ഇവർക്ക് രാഹു ഇവർക്ക് ചില ദോഷകാരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പറയുക, എല്ലാ ഐശ്വര്യങ്ങളും വരുമ്പോഴും അതിൽ ചെറിയൊരു നീചത്വ ഭാവമുണ്ട്. അത് ഒരു വിഷാംശമായിട്ടാണല്ലോ രാഹുവിനെ കണ്ടത്. അപ്പോൾ പറയുന്ന വാക്കുകൊണ്ട് ഒരു ശത്രുതാഭാവങ്ങളോ ശത്രുദോഷങ്ങളോ വരുത്തി വയ്ക്കാവുന്ന അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാം ശരിയാവുമ്പോഴും പൂർണ്ണതയിൽ എത്തിപ്പെടാൻ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരാമെന്നാണ് പറയാം. മാത്രമല്ല ഈ രാഹു എന്നുള്ളത് ഉപദ്രവകാരിയാണോ ചോദിച്ചാൽ ഉപദ്രവകാരിയാണ്. അതായത് അല്ലേ ചോദിച്ചാൽ അല്ല. അത് പിന്നോട്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണെങ്കിലും പ്രധാനത്തിൽ ഇവരെ തത്സമയം ബുദ്ധിമുട്ടിക്കാവുന്ന അവസരങ്ങളൊക്കെ ഈ 2 ഗ്രഹങ്ങളെ കൊണ്ടുണ്ടാവുക, കേതുവിനെ കൊണ്ടും രാഹുവിനെ കൊണ്ടും. അപ്പോൾ ഈ രാഹു കേതുക്കളൊക്കെ ആയിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ദോഷത്തുനിന്നും ഒരു പരിധിവരെ പരിഹാരങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും.
പിന്നെ ഇവർക്ക് ശത്രുസ്ഥാനത്താണ് വ്യാഴം. ഈ ശത്രുസ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദൈവ കാരുണ്യ പ്രവർത്തികൾക്കൊക്കെ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴം പിഴാന്നൊക്കെ പറയില്ലേ. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും കഴിയും വഴിപാടല്ല കഴിക്കേണ്ടത്. പാൽപ്പായസം തുളസിമാല കഴിക്കുന്നത് കൂടെ ഈ വ്രതങ്ങൾ എടുത്ത് കഴിക്കുക, അതിന് വളരെ ഉത്തമമാണ്. വ്യാഴാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ട് കഴിക്കുക. അതുപോലെ തന്നെ സമാധാനപൂർവ്വം ഈ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അത് നരസിംഹഭാവം പോലുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ പാനകം വഴിപാട് കൂടി കഴിക്കുക. അത് ശത്രുദോഷത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ദേവനും വഴിപാട് കഴിക്കുന്നതോടുകൂടെ തന്നെ ഈ വ്യാഴപ്പഴയ്ക്കും ഒരു പരിഹാരങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് 7.5 ശനി തന്നെയാണല്ലോ മീനത്തിൽ പോകുമ്പോൾ. അത് എങ്കിലും ഇവർക്ക് മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ചില സമാധാനങ്ങൾ കിട്ടും, കുടുംബപരമായിട്ട് സമാധാനങ്ങൾ കിട്ടും, സന്തോഷങ്ങളുണ്ടാവാം. എന്നാൽ ഇവരുടെ 2ാം ഭാവം കൊണ്ട് വാക്ക് പ്രവൃത്തി കർമ്മം, ഇത് മീനൻ രാശിയിലാണ്. അത് ചെറിയ ചില വിദോഷങ്ങളോ കലഹങ്ങളൊക്കെ വരുത്താം. 3ാം ഭാവം എന്ന് പറയുന്നതും ചെറിയ സങ്കടങ്ങൾ വരുത്താം. അത് മേടൻ രാശിയാണ്. അതിൻ്റെ അധിപൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണല്ലോ. അപ്പോൾ കൂടപ്പിറപ്പ്, കുടുംബം, ഇതൊക്കെ ചെറിയ അനിശ്ചിത്തം, കലഹങ്ങൾ, ശത്രുദോഷങ്ങൾ അങ്ങനെയൊക്കെ കാണാം. ഇത് ചരരാശിയിലാണെന്നുള്ളത് കൂടി ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ സഞ്ചരിക്കുന്ന ദശാകാലം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ കുടുംബ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയായിട്ടാണ് കുംഭൻ രാശിക്കാരെ കുറിച്ച് കണ്ടത്. മറ്റൊന്ന്, അറിയാതെ വരുന്ന മനപ്രയാസങ്ങളും അതുപോലെ തന്നെ മനോവിഷമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ദേഹദോഷങ്ങളൊക്കെ ഇവർക്ക് ഒരു പരിധി വരെ ഉണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനായിക്കൊണ്ടും ഇവർക്കും ഈ 7.5 ശനി എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് പൂർണ്ണമായ ഒരു സമാധാനങ്ങൾ കിട്ടാത്ത സ്ഥിതിയും, ആകെ സമാധാനം കിട്ടുന്നത് വ്യാഴം തന്നെയാണ്. എങ്കിലും അപ്പോൾ മൊത്തത്തിൽ നവഗ്രഹ ഹോമം കഴിക്കുന്നത് ഇവർക്ക് വളരെ നല്ല. നവഗ്രഹ പൂജ ചെയ്യുന്നത്, ഹോമമല്ല, നവഗ്രഹ പൂജ കഴിക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും തുല്യമായിക്കൊണ്ട് ഒരു പൂജാകർമ്മങ്ങൾ കഴിക്കുമ്പോൾ അതൊരു വിശേഷപ്പെട്ട വഴിപാടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ശനിയാഴ്ച വ്രതങ്ങൾ കൂടി എടുത്തിട്ട് ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും നടത്തുന്നതും കഴിയും വഴിപാട് കഴിക്കുന്നതും വളരെ ഉചിതമായ ശരിയായ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ലതേ സംഭവിക്കുള്ളൂ എന്നാണ് കുംഭൻ രാശിക്കാരെക്കുറിച്ച് എടുത്തു പറയേണ്ടത്. എങ്കിലും ഇവർക്ക് പിൻകുഴി അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്ന അവിചാരിതമായ ശത്രുദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ തട്ടി മാറ്റാനായിക്കൊണ്ട് വഴിപാട് കർമ്മം കൊണ്ട് തന്നെ പ്രാപ്തമാവട്ടെ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. പിന്നീട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ പൂരോരട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെയാണ് മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം ഗ്രഹങ്ങളുള്ളത്. ഇതിൽ ജന്മശനിയായിട്ടാണ് കാണുന്നത്. അതായത് മീനത്തിൽ തന്നെയാണല്ലോ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ 4ൽ വ്യാഴം ഒരു ഗുണങ്ങളാണെങ്കിലും ജന്മശനി കൊണ്ട് ദോഷങ്ങൾ വരാം. 2ാം ഭാവം കൊണ്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം. അത് ചൊവ്വയാണ്. 3ാം ഭാവാധിപനായി വരുന്ന ശുക്രനെ കൊണ്ടും വളരെ സമാധാനം കിട്ടാത്തൊരു സ്ഥിതിയിലാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തർക്കങ്ങളോ തർക്കദോഷങ്ങളോ വിദ്വേഷങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ തന്നെ ശത്രുതാഭാവങ്ങളുണ്ടാവാം. ഇതുകൊണ്ടും പുതിയ സമാധാനം കിട്ടാത്ത അവസ്ഥ വരും. കുടുംബ ബന്ധങ്ങളിലും തൊഴിൽ സ്ഥലത്തും അനേകായിരം നന്മ ചെയ്താലും ചെറിയ തിന്മ കൊണ്ട് ശത്രുദോഷങ്ങൾ വരുത്താം എന്നാണ് ഒരു പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവർക്ക് എന്താ അതിന് ഏറ്റവും പരിഹാരം? തീർച്ചയായിട്ടും ഇവർ ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ പോവുക, അതിൽ ഗുരുതി പൂജ കഴിക്കുക. അതുപോലെ തന്നെ ജന്മശനിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ദോഷ പരിഹാര പൂജ കഴിക്കുക. അതും ഒരു പരിധി വരെ നല്ലതാണ്. ഇങ്ങനെ ഈ 2 ഗ്രഹത്തിൽ നവഗ്രഹങ്ങളിൽ ശനിദോഷ പരിഹാര പൂജയും അതുപോലെ തന്നെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജയും കഴിക്കുമ്പോൾ ശനിക്കും ചൊവ്വയ്ക്കും ഒരു ദോഷങ്ങൾ തീർന്നുകൊണ്ട് സമാധാനമായിട്ട് പോകാൻ പറ്റും. മറ്റുള്ള ഗ്രഹങ്ങൾ 4 വരുന്നതൊന്നും വളരെ ദോഷങ്ങളില്ല, ചില ഗുണങ്ങളാണ്.
പിന്നീട് ഇവർക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എങ്കിലും വ്രതത്തോടു കൂടെ, അതായത് ശനിയാഴ്ച വ്രതത്തോടു കൂടെയാണ് ഈ ശനി ദോഷ പരിഹാര പൂജ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അലച്ചിലും ദേഹദോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ഇവർക്ക് എടുത്തു പറയേണ്ടത് വിവാഹ കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ വരാം. അതുപോലെ തന്നെ അറിയാതെ ചില നല്ല നേട്ടങ്ങൾ വരാം. സുഹൃത്തുക്കൾ മൂലം ചെറിയ ചില കാര്യസാധ്യങ്ങൾ വരുത്താം. ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ മൂലം തന്നെ ചില കലഹങ്ങളും ശത്രുദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഏത് ശത്രുവാണ് നല്ലത്, ഏതാണ് ഗുണം എന്നൊക്കെ നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. അതിന് തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും നല്ല വഴി വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ വളരെ വിശേഷപ്പെട്ട അവസ്ഥയിലാണ് ഈ മിഥുനമാസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന മാസങ്ങൾ, വരുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തം മോഹൻദാസ്.